നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടിറക്കിയ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് 8648 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 148 വോട്ടുകൾ മാത്രം കൂടുതൽ. പാർട്ടിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന വികസന മുദ്രാവാക്യത്തെ കേരളം ഏറ്റെടുക്കാൻ തുടങ്ങിയെന്നതിന്റെ സൂചനയാണെന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ബി.ജെ.പിയുടെ പത്മജ വേണുഗോപാലിന്റെ വിലയിരുത്തൽ. എൽ.ഡി.എഫിന്റെ വോട്ട് അൻവർ പിടിച്ചിട്ടും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുടെ വോട്ട് കിട്ടിയിട്ടും ഇത്ര ഭൂരിപക്ഷമേ നേടാനായുള്ളൂ എന്നത് യു.ഡി.എഫിന്റേത് നാണം കെട്ട വിജയമാണെന്ന് വ്യക്തമാക്കുന്നതായും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: കേരള രാഷ്ട്രീയത്തിലെങ്കിലും ഞങ്ങളിതാ തിരിച്ചുവരവ് നടത്തുകയാണ് എന്ന ആർപ്പുവിളിയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേത്. എന്നാൽ സ്വയം നടത്തുന്ന വിലയിരുത്തലിൽ വി.ഡി. സതീശന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ കോൺഗ്രസ് നേതാക്കളും സജീവമായിരുന്നു നിലമ്പൂരിൽ. മുള്ള്, മുരിക്ക്, പാമ്പ്, പഴുതാര തുടങ്ങി മുഴുവൻ വോട്ടുകളും പോക്കറ്റിലാക്കാൻ നോക്കിയിട്ടും യു.ഡി.എഫിന്റെ ഭൂരിപക്ഷം 11,077 എന്ന സംഖ്യയിൽ ഒതുങ്ങി. കൂടാതെ പി.വി. അൻവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നടത്തിയ പ്രസ്താവനയുടെ സാരാംശം ഞാൻ എൽ.ഡി.എഫിന്റെ വോട്ട് പിടിച്ച് യു.ഡി.എഫിന്റെ വിജയത്തിന് വഴിയൊരുക്കി എന്നതുകൂടിയാണ്. അപ്പോൾ പല വഴിക്കുള്ള ഇത്തരം സഹായങ്ങൾ കൂടി കിട്ടിയിട്ടും ഭൂരിപക്ഷം ഇത്രമാത്രമാണെങ്കിൽ ഈ വിജയത്തെ നാണം കെട്ട ജയം എന്നുകൂടി പറയേണ്ടി വരും. CPIM എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി അവരുടെ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെങ്കിലും വോട്ട് ബാങ്ക് ചോർന്ന് പോയി എന്നത് ജനം ഇരു മുന്നണികളെയും മടുത്തു എന്നതിന്റെ സൂചനയാണ്. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ എണ്ണം പരമ്പരാഗത യു.ഡി.എഫ് മണ്ഡലത്തിൽ ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞെങ്കിൽ ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന വികസന മുദ്രാവാക്യത്തെ കേരളം ഏറ്റെടുക്കാൻ തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണ്. ദേശവിരുദ്ധ ശക്തികളും ജമാഅത്ത് ഇസ്ലാമിയും നൽകിയ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് യു.ഡി.എഫ് ജയിച്ചതെന്ന് ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വളരെ കുറവ് വോട്ടുകളാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടിന് പുറമെ എൽ.ഡി.എഫിന്റെ വോട്ട് വിഭജിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ യു.ഡി.എഫിന് ഈ വിജയം സാധ്യമാകില്ലായിരുന്നു. മാറാത്തത് ഇനി മാറും. അഴിമതിയുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ മാറ്റത്തിന്റെ തുടക്കമാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് ബി.ജെ.പിക്ക് മാത്രമാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പ്രീണന രാഷ്ട്രീയത്തെ തുറന്നുകാട്ടാൻ സാധിച്ചതിന്റെ ഫലമാണിത്. വികസിത കേരളം എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം പകരുന്ന ഫലമാണ് നിലമ്പൂരിലേതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഭരണത്തിൽ നടന്ന 5ാമത്തെ ഉപതിരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. 4ഇടത്തും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ പാർട്ടിക്ക് സാധിച്ചുവെങ്കിലും നിലമ്പൂരിൽ കളി മാറി. എൽ.ഡി.എഫിന്റെ സീറ്റ് ആര്യാടൻ ഷൗക്കത്തിലൂടെ യു.ഡി.എഫ് പിടിച്ചെടുത്തു. മികച്ച സ്ഥാനാർത്ഥിയായി CPM മുന്നോട്ട് വെച്ച M സ്വരാജിന് പോലും വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചേലക്കരയിലും പാലക്കാടും കോൺഗ്രസും CPMും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയായിരുന്നു. അംഗങ്ങളുടെ മരണവും സ്ഥാനചലനവുമാണ് ഈ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. എന്നാൽ നിലമ്പൂരിൽ സർക്കാരിനെ വെല്ലുവിളിച്ചാണ് കൂടെയുണ്ടായിരുന്ന അൻവർ കളമൊഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ തീർത്തും വ്യത്യസ്തവുമാണ്. എന്തുകൊണ്ട് CPM തോറ്റു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഏറെയുണ്ട്. 9 വർഷമായ സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉയരുന്നതാണ് ഭരണവിരുദ്ധ വികാരം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ സർക്കാരിന് തിരിച്ചടിയായി എന്നതിൽ സംശയമില്ല. സർക്കാരിൽ RSSന് സ്വാധീനമുണ്ട് എന്ന് ന്യൂനപക്ഷ സംഘടനകൾ നിരന്തരം ആരോപിച്ചിരുന്നു. യു.ഡി.എഫിലെ കെട്ടുറപ്പാണ് നിലമ്പൂരിൽ കണ്ട മറ്റൊരു പ്രധാന കാര്യം. മുസ്ലിം ലീഗിന്റെ നിസ്സീമമായ സഹകരണം യു.ഡി.എഫിന് കരുത്തു വർദ്ധിപ്പിച്ചു. നിലമ്പൂരിൽ പഴയ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ മത്സരമാക്കി ഇത് മാറ്റി. ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അടുത്ത ഭരണം പിടിക്കാൻ സാധിക്കൂ എന്ന തോന്നലും യു.ഡി.എഫ് ക്യാമ്പിലുണ്ട്. വി.ഡി. സതീശനും P.K. കുഞ്ഞാലിക്കുട്ടിയും മുതൽ എല്ലാ നേതാക്കളും നിലമ്പൂരിൽ അണിനിരന്നു. RSS CPM ബന്ധം സൂചിപ്പിച്ച് M.V. ഗോവിന്ദൻ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ പ്രതികരണം യു.ഡി.എഫിന് കിട്ടിയ പിടിവള്ളിയായി എന്നതിൽ തർക്കമില്ല.
അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ശരിയാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാൻ ഇത് കാരണവുമായി. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന ഗോവിന്ദന്റെ പ്രതികരണവും ചർച്ചയായി. ഗോവിന്ദന് നന്ദി അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ UDF ട്രോളുകൾക്ക് തിരികൊളുത്തിയതും ഇതുകൊണ്ട് തന്നെ. അൻവർ തള്ളിക്കളയാൻ പറ്റാത്ത കരുത്തനാണ് എന്ന് നിലമ്പൂർ ഫലം തെളിയിക്കുന്നുണ്ട്. കോൺഗ്രസിൽ VD സതീശൻ എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ കുതിപ്പും ഇവിടെ കാണാം. തുടർഭരണത്തിലേക്ക് 2026 കേരളം പോകില്ല എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇത് CPM-ന്റെ മോഹത്തിന് ഭംഗമുണ്ടാക്കിയേക്കാം. UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം.